നീ നോക്കി എന്തത്ര ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയിലാണ്ട് നിൽക്കുന്നുണ്ടോ? അയ്യോ, അവര് കാണാൻ ബാക്കിയോ? തുറന്നു കൊടുത്താലേ മുതലാളി ഇറങ്ങൂ. എങ്ങോട്ട് പോണ്? നച്ചിക്കുഞ്ഞിനെ കാണാൻ. അച്ചിക്കുഞ്ഞ സ്ഥാനവും മാനവും ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരമുള്ള ഓടക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീയെ? അത് ഒരു നസ്രാണി. പോയി ഡ്രൈവർ സീറ്റിലിരടാ. പട്ടിയിരിക്കേണ്ടത് പട്ടിയിരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ നിങ്ങളുടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. പക്ഷേങ്കില് ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്നുകൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. പെരകത്തുമ്പോ തന്നെ വാഴ വെട്ടണ ജമീല. വായ വെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ നിങ്ങളുടെ തല വെട്ടും. ജമീല താത്ത പറഞ്ഞ നേരാ. കുഞ്ഞുമ്മിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല. പടച്ചോനെയും പടപ്പിനെയും ഒന്നും പേടിയില്ലാത്തവനാ ജമാല്. സ്വത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ. ഒന്നും തോന്നരുത്. കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞുമ്മിക്കട തല അല്ലെങ്കിൽ കോട്ടല്. എന്താണല്ലോ പേടിക്കണ്ട, നിങ്ങള് ബാ. 4 പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ. ഇപ്പൊ അതിനിപ്പോ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ. അത് പടച്ചോന്റെ കൃപ. എവിടെ ഓള്? ഇജ്ജ് ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയില്ലോ. വണ്ടിയും ഓടി എത്തന്റെ ഉമ്മ. കുപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്. എന്നാൽ ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്. എന്നിട്ടോ പോയി എന്താണ്ടി മുങ്ങിയത് ബലാല? അതും കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. എന്റെ ജമാലിനാണെങ്കിൽ പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല. ഉമ്മയുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന പണിയാണോ ഈ കാണിച്ചത്? അല്ല, ജോലിക്കാരിന്നും പറഞ്ഞ് നിക്കണണ്ടല്ല ഒന്ന് ഇവിടെ. അനക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ? എന്റെ ജമാലെങ്ങാൻ ഇത് അറിഞ്ഞ അന്റെ കഥ കഴിക്കോപ്പൻ. എവിടെ എന്റെ അനിയത്തി? മയ്യത്തായ ഇവിടെ ഉണ്ടാ. ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണം എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിനൊരു കൂട്ടിന് വേണ്ടിയാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഞാനൊന്ന് എന്റെ വീട് വരെ പോയതായിരുന്നു. വീട്ടിലെന്താ നിധി കെട്ടി വെച്ചിരിക്കണ? പോയി നോക്കാൻ. എന്തായാലും അള്ളാഹ് കാത്തുരക്ഷിച്ചു. അല്ല അപ്പുറത്ത് പുതിയതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്. ആ പൊയക്കടവിലെ ചുയില് പെട്ടിട്ട് രക്ഷപ്പെട്ടത് തന്നെ അതിശയാ. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം. അതെ അതെ. ഹാജിയൊക്കെ വന്നില്ലേ? ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വാ. മമ്പറം പള്ളിയില് നേർച്ച കൂടാൻ പോയിരിക്ക. എന്റെ കർത്താവേ, എന്താ ഈ കാണുന്നത്? കുഞ്ഞുമ്മിക്ക എന്താണ്ടാ? അടച്ചോനെ, ആരാ മയ്യത്തായത്? മഞ്ചലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ചലിനകത്ത് ആജിക്ക തന്നെ. എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി. ഹാജിയാരെ കാര്യസ്ഥ നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും ഞമ്മളെന്നെ വേണല്ലോ. പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലെ നെടുന്തൂണാണ് പോയത്. ഇതെങ്ങനെ സംഭവിച്ചത്? പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാ പറഞ്ഞത്. പോയെന്ന് ആശുപത്രിയിലോട്ടാ? ഈ ആരുടെ കാര്യം പറയണത്? കർത്താവേ, ആചാര്യം പുഴയെ പോയാ? അല്ല, നമുക്ക് നമ്മുടെ നബീസു. നബീസുവാ? അപ്പൊ ഈ മയ്യത്തായില്ലേ? കുഞ്ഞമ്മക്കാനെ വെറുതെ സന്തോഷം. ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത്. പോയിന്ന് പറഞ്ഞ മയ്യത്തായി എന്നാണ് അർത്ഥം. കള്ള ഹിമാറെ. എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം. പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മൾ ധരിച്ചത്. എന്നെയൊക്കെ ബീസ്പിച്ചല്ലാണ്ട് അറുക്കണം. അതിപ്പോ തന്നെ നടക്കും. ഹാജിയാരോട് നമ്മൾ നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത്. എന്റെ റബ്ബേ, എന്റെ അല്ലോ പറക്കത്ത് കേട്ടവൻ തൊട്ടതല്ല ഹലാക്കാക്കി എന്ന് പറഞ്ഞ പോലെ പഠിച്ചോനെ. പുറത്തോട്ട് പോടാ. എനിക്ക് ഒന്നും പറ്റില്ല വല്യമാമ. ആശ്വാസമായി. ആദ്യം പിടിച്ച വല്യമാമ പറഞ്ഞത്. ഈ നേരമായിട്ടും തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇവിടെ മോക്കൊന്നും പറ്റൂല എന്ന് അന്നോട് ഞാൻ പറഞ്ഞില്ലേ? എന്റെ പൊന്നു നാത്തൂനെ, അതല്ലേ അതിശയം. മമ്പറത്തെ മൊയിലിയാർ അച്ചിട്ട പോലെ പറഞ്ഞതാ. നച്ചിമോക്കിപ്പം മോശ സമയം വെള്ളവും തീയും സൂക്ഷിക്കണമെന്ന്. ദായിപ്പൊ കണ്ടില്ലേ? മാത്രല്ല, നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മൊയിലിയാർ പറഞ്ഞിട്ടുണ്ട്. 17 കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് പറക്കാൻ പോണെന്നാ മൊയിലിയാർ പറഞ്ഞത്. കാരുണ്യവാനായ എന്റെ അല്ലാ, നീ വിളി കേട്ട്
പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ 4 എണ്ണത്തിനെ കെട്ടി. മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ 4 എണ്ണത്തിനെ മൊയ് ചൊല്ലി. 5ാമത്തെ ബീവിയെ ജമീലായ ഒരു കുഞ്ഞുണ്ടായ 30 നോമ്പ് തേച്ചോളാം ഞമ്മ നേർന്നിരുന്നിക്ക. എന്റെ കാര്യമല്ല പറഞ്ഞത്. പടച്ചോനെ ഞമ്മ പറഞ്ഞതിങ്ങ് തിരിച്ചെടുത്ത് കേട്ടാ. നമ്മുടെ നച്ചുമോടെ നിക്കാഹ് ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നുമാ പറഞ്ഞത്. അതെ, തറവാടിനൊരു അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ 40 ചടങ്ങ് കെങ്കേമമായ എന്റെ പുരയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം. അല്ല, എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി? ഞമ്മള് മയ്യത്തായി. വിട്ടോളി വിട്ടോളി. ഞാൻ അഹമ്മദ് കുട്ടി ഹാജി. അറിയാം, നമ്മളെ അയലക്കത്തുകാരല്ലേ? ഇതിന്റെ പെങ്ങളാ പാത്തുമ്മ. നമസ്കാരം, വരാം. ഓ, ഒരേയും പറമ്പും ആരോ വാങ്ങിയെന്നും താമസം തുടങ്ങിയെന്നും ഒക്കെ കേട്ടു. ഒന്ന് വന്ന് കാണാനോ മിണ്ടാനോ ഇതുവരെ ഒത്തില്ല. ഇതാണ് എന്റെ ലക്ഷ്മി. അസ്സലാമു അലൈക്കും. നമസ്കാരം. മനസ്സിലായില്ലേ? ആചാര്യ സിസ്റ്റർ. ഉള്ളത് പറഞ്ഞ നേരിട്ട് വന്ന് നന്ദി പറയാനാ ഞമ്മള് വന്നത്. അത്രയ്ക്ക് വലിയ കാര്യാ ഇങ്ങടെ മോൻ ഞമ്മക്ക് വേണ്ടി ചെയ്ത്. അതെ, വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ലക്ഷ്മി കുടിക്കാനുണ്ടെങ്കിലും ഇതാ ഇപ്പൊ കൊണ്ടുവരാം. ഇവളുടെ ഒരേ ഒരു മോളാ നബീസു. അവളുടെ ബാപ്പ കുഞ്ഞിലേ മരിച്ചുപോയി. പടച്ചോൻ എല്ലാവിധ ഐശ്വര്യങ്ങളും എനിക്ക് ആവശ്യത്തിലേറെ തന്നിട്ടുണ്ട്. മക്കളുടെ കാര്യത്തിൽ മാത്രമേ ലുപ്ത് കാണിച്ചുള്ളൂ. സ്വന്തം മോളല്ലെങ്കിലും ഞാൻ കടം കൊണ്ട മുത്ത ഓള്. അവളുടെ ജീവന നിങ്ങളുടെ മോൻ രക്ഷിച്ചത്. വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ആയുസൊക്കെ ഒടയതമ്പുരാന്റെ ഖജനാവിലല്ലേ? ആ സൂക്ഷിപ്പുകാരൻ തീരുമാനിക്കുന്ന പോലെ എല്ലാം നടക്കൂ. എന്റെ മോൻ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അതാരാ? ഞാൻ പറഞ്ഞില്ലേ, ആ സൂക്ഷിപ്പുകാരൻ. ആയസിന്റെ കാര്യത്തിൽ അവൻ എന്റെ പൊടിമോളോട് ഒരു തമാശ കാണിച്ചു. ഒരു കണക്കിന് അവനെ കുറ്റം പറയാൻ പറ്റില്ല. എല്ലാ സൗഭാഗ്യങ്ങളും അവൻ കൈ നിറച്ച് ഞങ്ങൾക്ക് തന്നു. പക്ഷേ അത് കൊണ്ടു നടക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലാതെ പോയി. മോൾക്ക് എന്താ പറ്റിയത്? കുടുംബക്കാരെല്ലാം ചേർന്ന് മുറച്ചെറുക്കനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. അപ്പോഴാണ് കൂടെ പഠിച്ച ഒരുത്തനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ പറയുന്നത്. ഓ, ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ബന്ധമായിരുന്നു അത്. എല്ലാവരും എതിർത്തു. ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനും അമ്മയും തന്നെയാണ്. പക്ഷെ അവള് ഞങ്ങളെ തോപ്പിച്ചു കളഞ്ഞു. കല്യാണത്തിന് തലേന്ന് അവൾ തൂങ്ങി മരിച്ചു. മോളുടെ മരണത്തെക്കുറിച്ചുള്ള കുറ്റബോധം ലക്ഷ്മിയെ മാനസികമായി തളർത്തി. അവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഒടുവിൽ ഡോക്ടറാണ് ഉപദേശിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത്. മോൻ എഞ്ചിനീയറാ. ഗൾഫിലൊരു ജർമ്മൻ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാ. പെങ്ങളുടെ കല്യാണം കൂടാൻ വന്നു, പിന്നെ തിരിച്ചു പോയിട്ടില്ല. മോനിപ്പോ എന്ത് ചെയ്യുന്നു? അവനിപ്പോ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു. എന്റെ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്തേ നിനക്ക് മാത്രം ഇത്ര നാണം? സർ, ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസ്സസ് മേനോൻ. മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സർ? മിസ്സസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോളൂ. ശരി സർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതങ്ങ് കൊടുത്തോളൂ. മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂയിലുള്ള 2 പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഇല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന 2 സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയാണോ മാഡം? കണ്ട മാന്യൻ മനസ്സിലിപ്പോ.
ഇവർക്കെന്താ വട്ടായോ? അയ്യേ അല്ല എനിക്ക് ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം. എവിടെ തിണ്ടി? ഇവിടെ പാടി ചോദിക്കും ബേബിക്ക് വലിയ ഹെഡ് വെയിറ്റാ. നിന്നെയാണ് വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുത്തത്. ഈ മരം കയറി പെണ്ണിനെ എത്ര പാടുപെട്ടിട്ടാ കിട്ടിയെന്നറിയോ? ഇനി ഇപ്പൊ ഇവള് പറഞ്ഞില്ലെങ്കിലും ഈ ചേച്ചിമാരോടെല്ലാം നമ്മുടെ കുഞ്ഞിപ്പാത്ത് പറയും. പറ കുഞ്ഞിപ്പാത്തു. ഏയ് കുഞ്ഞിപ്പാത്തു, ആ നീ ഞങ്ങൾക്ക് വാക്ക് തന്നതെല്ലാം പറയാന്ന്. ചോദിച്ചെല്ലാം മേടിച്ചു തരോ? തരാം. എങ്കിലിനി എല്ലാം ഈ കുഞ്ഞിപ്പാത്ത് പറഞ്ഞുതരാം. അയ്യോ, നമ്മള് നിലവിളിച്ചതും ആ ചെക്കനോടി വന്ന് പുഴയിലേക്ക് ഒരു ഒറ്റ ചാട്ടം. എന്നിട്ട് രക്ഷിതാത്യത്താ ഇങ്ങനെ 2 കൈ കൊണ്ടും പൊക്കിയെടുത്ത് കരയിലിട്ട് വന്നു. എന്നിട്ട് ആ ചെക്കൻ മുണ്ടുരിഞ്ഞ് നച്ചിത്തത്തെ പൊതിപ്പിച്ചു. അപ്പൊ നച്ചിയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, അരഞ്ഞാണം. ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നില പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കൊമ്പുരുസ് രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. നീ ഇതെങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഈ കോലത്തിലാ? അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയി പോകണം. ദാ ഒന്ന് നിന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്ന് കാണട്ടെ. നബീസ് എന്ന പേരല്ലേ? അതെ, നച്ചിന്ന ചെല്ലപ്പേര്. ആ, എന്റെ പൊടിമോക്കും ഇതേ പ്രായമായിരുന്നു. പഠിക്കാൻ വലിയ മിടുക്കിയായിരുന്നു. അടുക്കളയിൽ എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ മൂക്കത്താ ദേഷ്യം. പിന്നെ സമരം ഭക്ഷണത്തിനോടാ. വാശിക്കാരിയാ, അതുകൊണ്ടല്ലേ. എല്ലാം വല്യമ്മ പറഞ്ഞു. എടി, 8:02 ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മള് ട്യൂഷൻ മിസ്സാവും. എങ്കിൽ വൈകണ്ട, പോയിക്കോളൂ. ശരി. ഇതെന്താ അത്ര ധൃതിയില്? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല. ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല. പോയോ? നോക്കിയേ, എന്താ ഇത്? എന്ത്? പുതിയ തുമ്പിക്കയോ? സംഗതി കൊള്ളാം. മാജിക് കാരനാണോ? അങ്ങനെയൊന്നുമില്ല. ഉടുത്ത ലുങ്കി ഇത് കുറെ ഉണ്ടല്ലോ. വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. നോക്കിക്കോളാം. നോക്കിയാ മതി, അടിച്ചു മാറ്റരുതേ. എവിടെ പോയത്? ഹായ് ഹായ്, എന്തൊക്കെ വാങ്ങി നോക്കട്ടെ. ഞാൻ കണ്ടുപിടിക്കില്ലാന്ന് കരുതിയല്ലേ? മിസ്സിസ് മേനോൻ, അസലീലും വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തികെട്ടവനെ. ഹലോ, രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സംശയമുണ്ട്. അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത്. മറ്റൊന്നുമല്ല, ഈ കാണാഭാഗത്ത് മറുകുണ്ടായ ഭാഗ്യമല്ലേ? ഉമ്മയോ? അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ. ചോദിച്ചാ ഞാൻ എങ്ങനെ തരാതിരിക്കുക? എന്തു പറ്റി? കണ്ണിലൊരു കരട് പോയി.